ഹരി ഓം. ദശകം 14 നാരായണീയം. ദശകം 14 കപിലാവതാരം. വരാഹ അവതാരം കഴിഞ്ഞ് ലോകത്തിന് ധർമ്മം വന്നു. സ്വയംഭൂ മനുവിൻ്റെ കാലത്ത് ഭഗവാൻ ജ്ഞാനരൂപത്തിൽ അവതരിച്ചു. ദേവഹൂതിയുടെ മകനായി വന്ന ആ കപിലൻ സാഖ്യയോഗം എന്ന ജ്ഞാനം ലോകത്തിന് നൽകി. അമ്മയ്ക്ക് മുക്തിയുടെ വഴി കാണിച്ചു കൊടുത്തു. ഇനി ദശകം 14 ചൊല്ലാം. സമനുസ്മൃത താവകാംഗ്രിയുഗ്മ സമനു പങ്കജ സംഭവാംഗ ജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ സമയേ ഖലു തത്ര കർദ്ദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വാമയുതം സമാസിഷേവേ ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതീം ചാപ്യനുഗൃഹ്യ നിർഗതോഭൂഃ സമനുശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ട സമഗാത് കർദ്ദമമാഗതി പ്രതീശം മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീം രത്നമവാപ്യ കർദ്ദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാ ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം സ പുനസ്ത്വദുപാസന പ്രഭാവാ ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വിഹരദ്ദേവപദേഷു ദേവഹൂത്യാ ശതവർഷമതവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഃ വനയാനസമുദ്യതോപി കാന്താ ഹിതകൃത്വജ്ജനനോത്സുകോ നവാസീത് നിജഭർതൃഗിരാഭവന്നിഷേവാ നിരതായാമത ദേവദേവഹൂത്യാം കപിലസ്ത്വമജായതാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശഞ്ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.